എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ പറഞ്ഞതിന്റെ പേരില് ഷിഹാബിന് നേരെ ഒരു ചെറിയ വിരലെങ്കിലും നിങ്ങൾ ഉയർത്തിയാൽ, കാരണമില്ലാതെ നിങ്ങൾ തോന്നിവാസത്തിന്റെ പേരിൽ ഉയർത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നാശമായിരിക്കും. അതിലപ്പുറം വേറൊന്നും പറയാനില്ല. കാരണം പൊതുജനം കൈകാര്യം ചെയ്യും. ദി റിയൽ ഫേസ് ഓഫ് ഗോപിനാഥ് മുതുകാട്. മുതുകാടിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് ദിവസമായിട്ട് കുറെ അലിഗേഷൻസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് സത്യമാണോ ഇല്ലയോ എന്ന് ആദ്യത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആരും അത്ര അങ്ങോട്ട് വിശ്വസിച്ചില്ല. കാര്യം മുതുകാടിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് എന്ന് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ്. ഇപ്പം മുതുകാടിനെ ചുറ്റിപ്പറ്റിയിട്ട് ഓരോ ദിവസം തോറും അത് കൂടി വരുവാണ്. കാര്യം മുതുകാടിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് പറയാനുള്ളത് ഇയാളുടെ സ്വഭാവം ഇതാണ്, ക്യാമറ മാറിക്കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനാണ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയ്ക്കകത്ത് ഷിഹാബ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അവിടെ ജോലി ചെയ്തൊരു പുള്ളിക്കാരനാണ്. മുതുകാടിന്റെ മാജിക് പ്ലാന്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത വ്യക്തിയാണ് ഷിഹാബ്. അവിടെ ആങ്കർ ആയിട്ട് ജോലി ചെയ്തതാണ്. അപ്പം അവിടെ ഡിസബിലിറ്റീസ് ഉള്ള കുറെ കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ പേരൻസ് ആണ് ഈ പറയുന്ന മുതുകാടിനെതിരെ കുറെ അലിഗേഷൻസ് ഒക്കെ വന്ന് പറഞ്ഞൊക്കെ. അപ്പം എന്താണ് ഷിഹാബിന് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഇത് ശരിക്കും 2018 നടന്ന ഒരു സംഭവമാണ് പറയണത്. എന്തായാലും കേട്ടു നോക്കാം. ഇത് ഞാൻ 2017 മുതുകാട് സാറുടെ സ്ഥാപനത്തിൽ എംപവർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ 5 ഭിന്നശേഷി കുട്ടികളുടെ കൂടെ അതിന്റെ ആങ്കറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ മെന്റലി റിട്ടയർഡ് ആയ കുട്ടികളാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് 5ഉം 6ഉം പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അത് ഈ ആളുകൾ വന്ന് കാണുന്നു. അത് കാണുമ്പോൾ ആൾക്കൊരു ഇമോഷണലി നമ്മളോടൊരു സിമ്പതി വരികയും അതിലൂടെ അവർക്ക് മുതുകാട് സാറെ സഹായിക്കണം എന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം എന്നെ ചൂഷണം ചെയ്യുന്നെന്ന് മനസ്സിലായത്, ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ, എൻ്റെ സ്വന്തം വീൽ ചെയർ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളോട് ആദ്യം പറയുന്നത് സ്റ്റേജിലേക്ക് നമ്മൾ നടന്നു വരണം. സ്വാഭാവികമായിട്ട് അറിയാലേ, നമ്മൾ കാലങ്ങളില്ലാതെ നടന്നു വരുമ്പോൾ കാണുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിന് നടന്നു വന്ന് നമ്മൾ വീൽ ചെയറിലേക്ക് വലിഞ്ഞ് കയറിയിട്ട് അങ്ങനെ വേണം എൻ്റർ ചെയ്യാൻ. അപ്പോൾ ആദ്യം അദ്ദേഹനോട് പറഞ്ഞു അതൊരു ഭയങ്കര പോസിറ്റീവായിരിക്കും, ഷിഹാബിന് ഭയങ്കര ഒരു ആളുകൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഫീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കിങ്ങനെ മുമ്പ് ഇത്തരം കുട്ടികളെ ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഗ്രാമിന് വേണ്ട കുട്ടികളെ ഓഡീഷൻ നടത്തിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ കാണുമ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന, ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികളാണ്. അതായത് കാണുന്ന വ്യക്തികൾ ഇവരെ കണ്ട് സെന്റിമെന്റൽ ആയിട്ട് കാശ് കൊടുക്കണം ഇയാൾക്ക്. എക്സാക്ട്ലി. സുഖമില്ലാത്ത കുട്ടികൾ അവരെങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഷിഹാബിന്റെ കാര്യം പറഞ്ഞു. ഷിഹാബ് ആ വീൽ ചെയറിനകത്തോട്ട് വലിഞ്ഞു പിടിച്ച് കയറുന്നതും എടുക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ. അയ്യോ വയ്യാത്ത ആളല്ലേ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു തോട്ട് നമുക്ക് എല്ലാവർക്കും വരും. ഇപ്പൊ എന്തെങ്കിലും സുഖമില്ലാത്ത ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ സഹായിക്കാൻ നോക്കും. അപ്പം എത്രത്തോളം ഇമോഷണലി ആൾക്കാരെ കണക്ട് ചെയ്യണം, അത് മാക്സിമം എങ്ങനെങ്കിലും ആൾക്കാരുടെ അടുത്തോട്ട് ആ സെന്റിമെന്റ്സ് വർക്കൗട്ടായിട്ട് എത്തണം. അതാണ് ഉദ്ദേശം. എന്തോന്നിട ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതായിരുന്നു ഉദ്ദേശം. ഞങ്ങൾക്ക് കുറച്ചൊരു 5-6 മാസം കഴിഞ്ഞ് മനസ്സിലായി. പക്ഷെ അതിനേക്കാൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ ഈ കുട്ടികൾ അധികം സംസാരിക്കാൻ അങ്ങനെ കഴിയാത്ത കുട്ടികളാണ്. അപ്പോൾ അവർ പറയും ഫുഡ് വേണം, ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞാൽ വേറുമ്പോൾ ഇങ്ങനെ തൊട്ടിട്ട് അവർ പറയാം പാരൻസിനോട്. അപ്പോൾ പാരൻസ് നമ്മളോട് പറയും എനിക്ക് ബാക്കി കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്ട് ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നും, അതുകൊണ്ട് നിങ്ങൾ ഇത് പറയണം. ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ സമയം നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം. കാരണം ചില അതിഥികൾ വരുമ്പോൾ ഫുഡിന്റെ ടൈമിലാണെങ്കിൽ പോലും അതിഥികളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ്. കുട്ടികൾ ഭക്ഷണം കഴിച്ചെന്നുള്ളത് അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ 3 മണിക്കാവുന്ന സമയത്തും 2:30 ആവുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ പെർഫോം ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ പാരൻസ് എന്നോട് പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ബാവാന്ന് അവർ വിളിക്കാം, ബാവ ഇത് പറയണം. അങ്ങനെ മുതുകാട് സാറോടൊക്കെ ഞാൻ പറയുന്ന സമയത്ത് എന്നെ ഭയങ്കര മോശമായ രീതിയിൽ എന്നോട് പറഞ്ഞത്, നീ കുട്ടികളുടെ പിതാവാൻ നോക്കണ്ട, നിന്നെ പറഞ്ഞ ജോലി ചെയ്താൽ മതി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്റെ പ്രശ്നമല്ല, അമ്മമാർ എന്നോട് പറയുമ്പോൾ ഞാൻ അത് പറയും. അപ്പൊ അമ്മമാരെ നേരെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തെന്നാണ് അമ്മമാരെന്നോട് പറഞ്ഞത്. ഷിഹാബിനോടല്ല പറയേണ്ടത്, എന്നോടാണ്. ഐ മീൻ മുതുകാട് സാറിനോടാണ്. മുതുകാട് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്നു. ഇന്നലെയും ഇതുപോലെ ഒരു കേസ് പറയുന്നുണ്ടായിരുന്നു. സുനിത ദേവദാസിന്റെ വീഡിയോയ്ക്കകത്ത് ചെന്നു. ഇന്നലെ മെനഞ്ഞാന്നു. കാര്യം ഒരു സുഖമില്ലാത്ത കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചു വെച്ചെന്നു. അവിടെ ജോലിക്ക് നിൽക്കുന്ന ഏതോ ഒരുത്തൻ ആ കൊച്ചിന്റെ സുഖമില്ലാത്ത ആ ഒരു കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ച് ആ കുട്ടിക്ക് അത് വേദനിക്കുകയും ആ കുട്ടിയുടെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്
ഈ പറയുന്ന മുതുകാട് എന്തൊക്കെയോ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചെന്നും, അതായത് എനിക്ക് ഇങ്ങനെയുള്ള മക്കളൊന്നും എനിക്കില്ല, എൻ്റെ മക്കളെല്ലാം നോർമലാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇയാൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒരു അമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് തന്നെ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, കാര്യം വിശപ്പ്, കാര്യം ആ സുഖമില്ലാത്ത കുട്ടികൾ അവരൊക്കെ ചിലപ്പോൾ വിശക്കുന്നെന്ന് പോലും പറയാനായിട്ട് പറ്റാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അത് വയറ്റിലൊക്കെ തൊട്ടിട്ടാണ് വിശക്കുന്നതൊക്കെ രീതി കാണിക്കുന്നതെന്നൊക്കെയാണ് ഷിഹാബ് പറയുന്നത്. അപ്പം അതുപോലും അതിൻ്റെ കാര്യം പറയുമ്പം പോലും അവരുടെ പേരൻസിനെ വിളിച്ചിട്ട് ഫയർ ചെയ്യുക, എടുക്കുക എന്ന് കാണിക്കുമ്പം ഇയാൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തത്. കാര്യം ഇങ്ങേരുടെ വീഡിയോക്കകത്തൊക്കെ വന്നിട്ട് ഭയങ്കര മോട്ടിവേഷനും സംഭവവും ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പുള്ളി വന്ന് പറയുന്നത്. കാര്യം അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം അയാൾക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടോ, ഇതാണോ ഇനി റിയൽ, ഇതാണോ അയാൾ റിയൽ, ഏതാണ് അയാൾ ഫേക്ക് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇതാണ് ശരിക്കും പറഞ്ഞൊരു മെയിൻ എക്സാമ്പിളാണ് ഈ റിയൽ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ എക്സാമ്പിളാണ് ഈ ഒരു കാര്യം. ഇത് ഒരാൾ മാത്രമല്ല, ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡേ ബൈ ഡേ ഇയാളെ പറ്റിയിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ബാക്കിയോടെ ഒന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഞാൻ തുടങ്ങിയേക്കുന്നത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വരാൻ 100 കുട്ടികൾ എന്റെ ഔദാര്യത്തിലാണ് ഈ അമ്മമാര് എന്ന് പറയുന്നുണ്ടല്ലോ, അത് കറക്റ്റാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ സായി ഇങ്ങനെ ഒരു വീഡിയോ പുറത്ത് പറയാമെന്ന് നിങ്ങളോടൊക്കെ പറയാമെന്ന് തീരുമാനിക്കുന്നത് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് 2018 ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്നത് ഈ 5 വർഷവും ഞാൻ പുറത്ത് പറയാതിരിക്കുന്ന കാരണം എനിക്ക് പേടിയാണ്, നല്ല പേടി. കാരണം ജീവനെ പേടിയാണ്. ഞാൻ വരെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു പേടിയാണ് അല്ലേ. കാരണം നമുക്ക് എന്ത് സംഭവിക്കും. ഇപ്പൊ വണ്ടി പോകണമാണ്, ഞാൻ സ്ഥിരമായിട്ട് വണ്ടിയിൽ എപ്പോഴും നിങ്ങൾ കാതറായി ട്രാവൽ ചെയ്യുന്നു. നമ്മളൊക്കെ ഇതിൽ ഇറങ്ങി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു എതിരിലൊരു വണ്ടി ഒന്ന് തട്ടിയാൽ നമ്മൾ തീരും. അല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോ ഷിഹാബ് വളരെ വിശദമായിട്ട് അത് പറയും. പക്ഷെ എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ പറഞ്ഞതിന്റെ പേരില് ഷിഹാബിന് നേരെ ഒരു ചെറിയ വിരലെങ്കിലും നിങ്ങൾ ഉയർത്തിയാൽ, കാരണമില്ലാതെ നിങ്ങൾ തോന്നിവാസത്തിന്റെ പേരിൽ ഉയർത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നാശമായിരിക്കും. അതിലപ്പുറം വേറൊന്നും പറയാനില്ല. കാരണം പൊതുജനം കൈകാര്യം ചെയ്യും. നിങ്ങളുടെ കപട മുഖം ജനങ്ങൾ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുമ്പം, കാര്യം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എത്രത്തോളം വലുതാണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാന്ന് പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ആർക്കും പറ്റില്ല. ഇക്കാര്യം എല്ലാവർക്കും പേടിയാണ്. ഇപ്പം പിന്നെ ഈ ഒരു കേസ് ഷിഹാബ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്തുമാത്രം ആ ഒരു പേടിച്ചിട്ടായിരിക്കാം മേ ബി ഇത്രയും നാൾ പറയാതിരുന്നത്. ഇങ്ങനെ ഒരു കാര്യം വന്നപ്പം പുള്ളിക്കാരൻ പറഞ്ഞതായിരിക്കാം. പുള്ളിക്കാരൻ മീഡിയയിൽ എല്ലാം എടുത്തും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പം എന്തൊക്കെ ആയാലും ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇതൊക്കെ ലീഗലി പ്രശ്നം ഉണ്ടാക്കണം. കാര്യം ഇത്രയും ഭയങ്കര പൈസയും കാര്യങ്ങളും. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ അടുത്ത് യൂസഫ് അലിയൊക്കെ പൈസയുടെ ഒക്കെ എന്തൊക്കെ കേസ് 1 കോടി രൂപയൊക്കെ സഹായിക്കുന്നതൊക്കെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിയണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നടക്കുന്നു, ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയുള്ള കാര്യം നടക്കുന്നു. കാര്യം ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ വിളിച്ച് പറയുന്നവരെയൊക്കെ എന്തുമാത്രം രീതിയിൽ ഭീഷണിപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പോൾ സായി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, കാര്യം ഖാദർ കരിപ്പിടിയും പറഞ്ഞല്ലോ, കാര്യം നമുക്ക് ഈ റിയാക്ഷൻ ചാനൽസ് ചെയ്യുന്നവർക്കെല്ലാം പകുതിയും ഈ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് രീതിയിൽ ത്രട്ടണിങ് കോൾസും കാര്യങ്ങളും വരും. നീ ഓർത്തിറങ്ങിയാൽ നിന്നെ കാണിച്ചു തരും, മറ്റേതാ മറിച്ചെന്നൊക്കെ. ചിലതൊക്കെ ചുമ്മാ ഭീഷണിയായിരിക്കും, ചിലതൊക്കെ കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങളും കാണും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കേസസിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇവന്മാരുടെയൊക്കെ സ്വഭാവം എന്താണ് ഇപ്പം തന്നെ കണ്ടില്ലേ. ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഒരു പെരുമാറിയിട്ട് അങ്ങോട്ട് മാറുമ്പോൾ ഇവന്മാരൊക്കെ എന്തൊക്കെയാണ് തിരിയുന്നതും സംസാരിക്കുന്നതും ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും ബാക്കിയോടെ കേട്ടോക്കാം. കാരണം നിങ്ങൾ ഡിസാബിലിറ്റിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയും. എനിക്ക് ഇദ്ദേഹം പറയുന്ന കാര്യം, ഓട്ടിസം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന പോലെ ഒരു മാജിക് കൊണ്ടൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു വലിയ ഒരു കാര്യമല്ല അത്. അതൊരു ഓരോ കുട്ടികൾക്കും ഡിഫറെന്റ് ആയിരിക്കും, ഒരു ഹ്യൂമൻ ബീങ് ഡിഫറെന്റ്. അപ്പൊ ഇവര് പറയുന്ന പോലെ മുതുകാടിന്റെ അടുത്ത് വന്ന് കുട്ടികൾക്ക് മാറ്റണ്ടെന്ന് പറയുന്നൊരു അതിന് തെറ്റായൊരു സന്ദേശമാണ് സൊസൈറ്റി കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ പറയുന്നത് എന്റെ എക്സ്പീരിയൻസാണ്. അപ്പൊ അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുമ്പോൾ അദ്ദേഹം വളരെ മോശം രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വേണം ഈ കുട്ടികളെ നോക്കാൻ. 5 കുട്ടികളില്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ 5 കുട്ടികളിലെ ഒരു കുട്ടിയുടെ അമ്മനെ അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലെ കുട്ടികളെ നോക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഇതല്ല, ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മതി, ആ പേരന്റ് ചെയ്തോളും, അവർക്ക് ഡ്രസ്സ് മാറി കൊടുക്കാനും സഹായിക്കാനല്ലേ. അതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ലോകം മൊത്തം ട്രാവൽ ചെയ്ത് ഈ കുട്ടികൾക്ക് വേണ്ടി പഠിച്ച ഒരു മനുഷ്യനാ പറയുന്നത് ഒരാൾ മതി, അതും ഒരു ടീച്ചർ. എന്ത് വിവരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഈ കുട്ടിയെ സത്യം പറയാനല്ലേ, ഈ കുട്ടികളെ വെച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നൊരു പരിപാടിയാണുള്ളത്. കാര്യം ഈ കുട്ടികളെ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്താണ് ഇങ്ങനെ മെയിൻ ഇന്റൻഷൻ? മണിയാണോ അതോ എന്താണ്? ഇങ്ങനെ കുറെ വട്ടം പറയുന്നത്, നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ കണ്ടതിനകത്ത് പറയുന്നുണ്ടായിരുന്നത്
എന്തോ എത്രയായിരുന്നു, എനിക്ക് എന്തോ എൻ്റെ വീട് വരെ പണയം വെച്ചിട്ട് ലോൺ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു പരിപാടിക്ക് നിൽക്കുന്നത് എന്നൊക്കെ കുറെ എന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? എന്താണ് മണിയാണോ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്? അത് ഇങ്ങർക്ക് എന്ത് സുഖമായിരിക്കും ഇങ്ങർക്ക് കിട്ടുന്നത്? ഇങ്ങർക്ക് മക്കളില്ലേ? ഇങ്ങരുടെ മക്കൾ പറയുന്നത് നോർമലാണെന്ന്. നാളെ ഇങ്ങർക്ക് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് പോലും ഇങ്ങനെ മനസ്സിലാക്കാതാണ് ഈ കുട്ടികളെ വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിക്കുന്നത്. വെറും തെമ്മാടിത്തരമാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തേ പറ്റൂ. കാര്യം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഈവൻ നമ്മൾ ചിലപ്പം കണ്ടിട്ടില്ലായിരിക്കും, പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇത് ഒരാളല്ല, ഇത് ഒരുപാട് ആൾക്കാർ വന്ന് അവരെ നേരിട്ട് വന്ന് പറയുവാണ് അവർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നേ ഇതിൻ്റെയൊക്കെ വോയിസ് റൈസ് ചെയ്യണമായിരുന്നു. കാര്യം ഇത്രയും നാൾ ഇങ്ങനെ വളരാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവത്തില്ലായിരുന്നു. അന്നേ ഈ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ട് വോയിസ് റൈസ് ചെയ്ത് സംസാരിച്ചായിരുന്നു എങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരില്ലായിരുന്നു. ഒരമ്മ, അതിനൊരു പഠിക്കാത്തൊരമ്മ. എന്നിട്ട് ഞാൻ നിരന്തരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയിരുന്നതിന് കുറച്ച് മുമ്പ് ഒരു ടീച്ചർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൂപ്പയുടെ കൂടെ ഗൾഫിലേക്ക് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, എനിക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയി. കാരണം എന്താ അറിയോ, ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അദ്ദേഹം പറഞ്ഞത് ഷാബി കാശ് നാട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇൻകം ടാക്സ് പിടിക്കും. നമ്മൾ വെറും 2 ലക്ഷം രൂപയേ ഉള്ളൂ. എനിക്ക് പ്രോഗ്രാമിന്റെ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ അവർ തന്ന പൈസയാണ്, മുതുകാട് സാർ സ്നേഹം കൊണ്ട് തന്ന പൈസയാണ്. അപ്പോൾ അത് മൂപ്പര് പറഞ്ഞത് അത് മാജിക് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് മൂപ്പര് ട്രാൻസ്ഫർ ചെയ്ത് അത് നാട്ടിലെത്തിയിട്ട് ഷാബിന് തിരിച്ചു തരാന്നുള്ളത്. അതിന്റെ ഒരു ലോജിക്കിൽ എന്തോ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഞാൻ പൈസ കൊടുത്തില്ല. ഞാൻ കുഴപ്പമില്ല സാർ, ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കണം. എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 2 ലക്ഷം രൂപ നാട്ടിലത്തെ പൈസ നിങ്ങൾ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നോളൂ. കാരണം പേയ്മെന്റ് അല്ലേ പ്രോഗ്രാം. നാളെ മാജിക് അക്കാഡമി വഴി ഷിഹാബിന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ അത് മുതുകാട് തന്ന പൈസ അതായിരിക്കും. ആ ഒരു പ്രൂഫ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും. അപ്പൊ ഞാൻ കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നെ മൂപ്പർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തിയിട്ടൊക്കെ നമ്മൾ വളരെ ദേഷ്യപ്പെട്ട് നമ്മൾ പെരുമാറും. എയർപോർട്ടിലേക്ക് സുഖമായിട്ട് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം അതെന്താ അറിയോ, അദ്ദേഹം പറഞ്ഞ ഈ പറയുന്ന ദിലീപ് ആണെങ്കിലും ഇപ്പൊ മമ്മൂക്കി ആണെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും അത്രേ. പക്ഷെ മുതുകാട് സാറ് എയർപോർട്ടിലൊന്നും അങ്ങനെ ഭയങ്കര രീതിയിൽ ചെക്കിങ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിന്റെ ഒരു അത് എത്രത്തോളം പോസിബിൾ ആണ് എനിക്കറിയില്ല. ദിലീപ്, മമ്മൂട്ടി, മോഹൻലാലിനൊന്നും കിട്ടാത്ത പ്രയോറിറ്റി ഉള്ള ഒരു സെലിബ്രിറ്റിയാണ് മുതുകാട്. അങ്ങനെയാണ് സമൂഹത്തിൽ എന്റെ വാല്യൂ അത് ഷിഹാബിന് അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ പൈസ ഈ പുള്ളിക്കാരൻ കൊടുത്തായിരുന്നെ അതും കിട്ടില്ലായിരുന്നു. അഥവാ അത് കൊടുത്താലും അത് വേറൊരു രീതിയിലോട്ട് വരുത്തി തീർത്തേനെ. അതെന്തായാലും നല്ലൊരു കാര്യമായിരുന്നു ആ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ അവിടെ മടുത്തിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരെല്ലാരും കൂടെ എന്താ പറഞ്ഞത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ എന്തോ അറിയിക്കണം, എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്നത് ഗവൺമെന്റിന്റെ വരെ എങ്ങാണ്ട് എന്തോ അറിയിക്കണം എന്നൊക്കെ പറയുന്നതായിട്ട് ഈ പറയുന്ന പുള്ളിക്കാരൻ തന്നെ അത് ശരിക്കും അതിനകത്ത് തന്നെ ഒരു കള്ളത്തരം ഫീൽ ചെയ്തിട്ട് അപ്പം എന്തായാലും ഞാൻ ഇവിടുന്ന് പോവല്ലേ, എനിക്ക് അതിന്റെ ഒരു ലെറ്റർ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവരെന്താ അതിനകത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മുതുകാടിന്റെ അടുത്ത് എന്തൊക്കെയോ മോശമായിട്ട് പെരുമാറിയെടുത്ത് അങ്ങനെ ഒരു രീതിയിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളൊക്കെയുള്ള രീതിയിലൊക്കെയാണ് എഴുതി കൊടുത്തത്. ഇതൊക്കെ വെറും പോക്കൃത്തരമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം ഇതാണ്ട് ഇതിപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇനി എത്ര പേര് വരാൻ കിടക്കുന്നു, ഇനി എത്ര പേര് ഇത് വന്ന് പബ്ലിക്കിൽ പറയാതിരിപ്പുണ്ട് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഒരു പക്ഷേ മേ ബി ഈ പുള്ളിക്കാരൻ ഇതെല്ലാം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളിക്കാരന് എന്തെങ്കിലുമൊക്കെ മേ ബി ഇവരെ ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പോലീസ് കേസായിട്ട് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. കാര്യം അവർക്കൊക്കെ ആക്ച്വലി അവർ ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്, ലിമിറ്റുണ്ട്. കാര്യം നമുക്കൊക്കെ പിന്നെ നമ്മുടെ കണക്കല്ല അവർക്കും. അവരുടെ ലൈഫിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ലൈഫിൽ എന്താ പറയുക ജീവിതത്തോടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് അവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇൻസിഡന്റ് ഇവന്റെയൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറയണത് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ഇവരൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്? എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.